എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ കഴിയും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊന്നാമത്തെ പൈലായ വൃക്ഷം പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ആ വ്യക്തിയുടെ ജീവിതം. പക്ഷേ ആ വ്യക്തി പലപ്പോഴും നിങ്ങളോട് ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടില്ല. നിങ്ങളിപ്പോൾ പൈലായി സ്വീകരിച്ചിരിക്കുന്നത് ഒരു വൃക്ഷമാണ്. തീർച്ചയായിട്ടും വൃക്ഷം സ്ഥിരതയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഒരിടത്ത് സ്ഥായിയായി നിൽക്കുന്നതാണ് വൃക്ഷം. അതായത് ആ വ്യക്തി നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു. നിങ്ങൾക്കൊപ്പം ജീവിക്കാനും നിങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. നിങ്ങളെ അല്ലാതെ മറ്റാരെയും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല, സ്നേഹിക്കുന്നില്ല. നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ സ്നേഹത്തിന് കയ്യും കണക്കുമില്ല. ആ വ്യക്തി നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുകയാണ്, സ്നേഹിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രമാകുകയാണ് ആ വ്യക്തിയുടെ ജീവിതം. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തെളിയും. നിങ്ങൾക്ക് തണലേകിക്കൊണ്ടാണ് ആ വ്യക്തിയുടെ ജീവിതം. അത് ആ വ്യക്തിക്ക് വേണ്ടിയായിരുന്നില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അതിലെല്ലാം നിങ്ങൾക്ക് തണലേകിക്കൊണ്ട്, നിങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടായിരുന്നു ആ വ്യക്തിയുടെ ജീവിതം. ഒരിക്കൽ പോലും നിങ്ങളെ അല്ലാത്തൊരാൾ സ്നേഹിച്ചിട്ടില്ല. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരോടും നന്മ കാണിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ നിങ്ങളോട് ആ വ്യക്തിക്ക് വല്ലാത്ത ഒരിഷ്ടം എന്നും ഉണ്ടായിരുന്നു. എന്നും ആ ഇഷ്ടം ആ വ്യക്തി കാത്തു സൂക്ഷിച്ചിരുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും, എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾക്ക് തണലായി നിന്നു. ആ വ്യക്തിക്ക് അറിയായിരുന്നു പലപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ കുറേ ശത്രുക്കളുണ്ടാകുമെന്നും നിങ്ങളെ ഇഷ്ടമല്ലാത്ത ആളുകളുടെ ഇഷ്ടക്കേട് പിടിച്ചു വെക്കുന്നതിനൊക്കെ കാരണമാകുമെന്ന് ആ വ്യക്തിക്ക് അറിയാമായിരുന്നു. പക്ഷേ ആ വ്യക്തി അതൊന്നും കണക്കാക്കിയില്ല, അതൊന്നും പരിഗണിച്ചില്ല. കാരണം നിങ്ങൾ എന്നുള്ളൊരു വികാരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നിങ്ങൾ അത്രത്തോളം ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു. വെയിലും മഴയും എതിർ ശബ്ദങ്ങളെയും വെല്ലുവിളികളെയും എല്ലാം നേരിട്ട് നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. നിങ്ങളല്ലാതെ ഒന്നിനെ ഇഷ്ടപ്പെടുകയോ നിങ്ങളല്ലാതെ ഒന്നിനെ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കൃത്യമായ ആ വ്യക്തിയിൽ അറിയാം, ആ വ്യക്തിയുടെ ജീവിതം ആ വ്യക്തിക്ക് വേണ്ടിയായിരുന്നില്ല. ആ വ്യക്തിക്ക് വേണ്ടിയായിരുന്നില്ല. പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ജീവിതം, അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ആ വ്യക്തിയുടെ ഭാവിയെക്കുറിച്ചോ ആ വ്യക്തിക്ക് എന്തെങ്കിലും നേടാൻ ഉണ്ടെന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. സ്വാർത്ഥത പോയിട്ട് ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തില്ല. അങ്ങനെ എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുത്ത് എന്നെന്നും നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടൊരു വ്യക്തി. എത്രയെത്ര പ്രതികൂല സാഹചര്യങ്ങൾ, എത്രയെത്ര വെല്ലുവിളികൾ, അതിലെല്ലാം നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. ഒരിടത്തേക്കും ആ വ്യക്തി ഓടിപ്പോയില്ല. ഒരിടത്തേക്കും ആ വ്യക്തിക്ക് പോകുവാനായിട്ടുണ്ടായിരുന്നില്ല. എന്നെന്നും നിങ്ങളെ എന്ന ചിന്തയോടെ മാത്രം ജീവിച്ചു. ആ ചിന്തയ്ക്കപ്പുറത്തേക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല, ഒരു ശബ്ദം ഉണ്ടായിരുന്നില്ല. എന്നും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു വ്യക്തി. നിങ്ങളല്ലാതെ മറ്റൊരു ചിന്ത ആ വ്യക്തിക്കുണ്ടായിരുന്നില്ല. നിങ്ങൾ ആ വ്യക്തിയെ അവഗണിച്ചപ്പോഴും നിങ്ങളോട് ആ സ്നേഹക്കുറവുണ്ടായിരുന്നില്ല. സ്നേഹിച്ചാലും അവഗണിച്ചാലും വെറുത്താലും ശപിച്ചാലും നിങ്ങളെ മാത്രം സ്നേഹിച്ചു. കാരണം ആ മനസ്സ് അതിനു വേണ്ടിയുള്ളതായിരുന്നു. അടുത്തതായിട്ട് പൂമ്പാറ്റയെ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. സ്വന്തം ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടും ഉണ്ടായിരുന്നില്ല. സ്വന്തം ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ള ഒരു ആശയം ഉണ്ടായിരുന്നില്ല. എൻ്റെ ജീവിതം എവിടെ വെച്ച് എങ്ങനെ വേണമെങ്കിലും അവസാനിച്ചോട്ടെ എന്ന് കരുതി ജീവിച്ചൊരു വ്യക്തി. ആരോടും ഒരു കമ്മിറ്റ്മെൻറ്റും ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. പാറിപ്പറന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്നെന്നും പറന്ന് കടന്നുപോയൊരു വ്യക്തി. ആരോടും അധികമായി അടുക്കുകയോ ആഴത്തിൽ സംസാരിക്കുകയോ പോലും ചെയ്യാത്തൊരു വ്യക്തി. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം ആ വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൻ്റെ പൊതു സ്വഭാവം തെറ്റിക്കേണ്ടി വന്നു. നിങ്ങളെ കണ്ടന്ന് മുതൽ
നിങ്ങളിൽ നിന്നും മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാതെ, അല്ലെങ്കിൽ നിങ്ങളെ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റാതെ നടന്നു. പക്ഷേ നിങ്ങളുടെ ആ ആത്മാർത്ഥമായ സ്നേഹത്തിന് മുമ്പിൽ ആ വ്യക്തിയുടെ പൊതു സ്വഭാവം തോറ്റുപോവുകയും നിങ്ങൾ വിജയിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി മാറുകയായിരുന്നു. തൻ്റെ ജീവിതത്തെക്കുറിച്ച് ആദ്യമായിട്ട് ആ വ്യക്തി ചിന്തിച്ചത് നിങ്ങളുമായി ഒരുമിച്ചുള്ളൊരു ജീവിതത്തിന് വേണ്ടിയാണ്. തൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ച് ആ വ്യക്തി ആദ്യമായിട്ട് ചിന്തിച്ചത് നിങ്ങൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം നടപ്പിലാക്കാനായിരുന്നു. പക്ഷേ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും, എല്ലാ പ്രതീക്ഷ നിർഭരമായൊരു ജീവിതം ആ വ്യക്തി ഇപ്പോൾ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം കൊണ്ടാണ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒന്നിനോടും ആ വ്യക്തിക്ക് സ്നേഹം ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾ മാറ്റിമറിച്ച ഒരു വ്യക്തിയാണ് ആ വ്യക്തി. നിങ്ങളുള്ളത് കൊണ്ട് നിങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിഷമമുണ്ടായ ആ വ്യക്തിക്ക് സഹിക്കില്ല. ചെറുതായാലും വലുതായാലും നിങ്ങൾക്കുണ്ടാകുന്ന ഏതൊരു വിഷമവും ആ വ്യക്തിക്ക് സഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുമോ എന്ന് നോക്കാൻ നിങ്ങൾക്ക് ചുറ്റും പാറിപ്പറന്ന് നടക്കുന്നു. നിങ്ങളോട് ക്ഷേമം അന്വേഷിക്കുന്നു. ഹൃദയത്തിൻ്റെ ഒരു തരിമ്പിലെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ അത് ഒപ്പിയെടുത്ത് ഇല്ലാതാക്കാൻ വേണ്ടി ആ വ്യക്തി സദാസമയവും നിങ്ങൾക്കൊപ്പം വട്ടമിട്ട് പറക്കുന്നു. ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ വ്യക്തിക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ, ആ വ്യക്തിക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ, അതൊന്നും ആ വ്യക്തിയുടെ നിഘണ്ടുവിലില്ല. അതിനെക്കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നില്ല. തനിക്ക് എന്ത് നഷ്ടം വേണമെങ്കിലും ഉണ്ടായിക്കൊള്ളട്ടെ, തനിക്കെന്ത് കാര്യവും സംഭവിച്ചോട്ടെ, പക്ഷേ തൻ്റെ വ്യക്തി എന്നും സുരക്ഷിതമാകണമെന്നുള്ള ആഗ്രഹത്തോടെ ജീവിക്കുന്നൊരു വ്യക്തി. ഒരു പ്രതിസന്ധി വന്നാലും, ഒരു പ്രശ്നം വന്നാലും അതിൽ അടിയുറച്ച് ആ വ്യക്തി നിന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന വേദനകൾ ഒപ്പിയെടുക്കാൻ വേണ്ടി തൻ്റെ വേദനകളെക്കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കാതെ കടന്നു പോകുന്ന ഒരു വ്യക്തി. തൻ്റെ കഴിവും തൻ്റെ പ്രാപ്തിയും തൻ്റെ അവസരങ്ങളും ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അവിടെ ഒന്നും അതേക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും ആ വ്യക്തിക്ക് സമയമില്ല. എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട, നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന, നിങ്ങളെ മാത്രം മനസ്സിൽ കണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാട് സ്വീകരിക്കുന്നൊരു വ്യക്തി. എത്രയെത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്ന് പോയിട്ടുണ്ട് ആ വ്യക്തി. ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ വ്യക്തിയുടെ നാളുകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നിങ്ങളുടെ ഇന്നുകളെക്കുറിച്ചാണ് ആ വ്യക്തിക്ക് ആശങ്ക. കഴിവും സൗന്ദര്യവും പ്രാപ്തിയും ഉണ്ടായിട്ടും ഒരിടത്തും എത്താൻ ശ്രമിക്കാതെ നിങ്ങളുടെ സംരക്ഷകയായി എന്നെന്നും ജീവിക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. സ്നേഹം ഇങ്ങനെയാണ്. ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്നു. ആ വ്യക്തിയെ കാണുമ്പോൾ ഈ നിമിഷം നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.